പ്രൊഡക്ഷൻ യൂണിറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു ചെറിയൊരു ഷോപ്പല്ല, ഒരു ബുട്ടീക്കോ അങ്ങനത്തെ ഒരു ചെറിയൊരു യൂണിറ്റ് അല്ല, നമ്മൾ എക്സ്പോർട്ട് ഹൗസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്, നോക്കി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറേ അധികം പ്രോസസ്സുകളുണ്ടാവും. ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ്, അത് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം. കുറേ പ്രോസസ്സുകൾ ഉണ്ടാവില്ലേ, കട്ടിങ്, സ്റ്റിച്ചിങ്, ഫിനിഷിങ്, ഇപ്പോൾ എംബ്രോയിഡറി അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ബേസിക്കലി ഈ വക സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ഓരോ പ്രോസസ്സ് ഉണ്ട്. അത് പ്രോസസ്സ് ബൈ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, നമ്മളൊരു ചെറിയൊരു ഷോപ്പിൻ്റെ അല്ല, നമ്മുടെ എക്സ്പോർട്ട് ഹൗസിൻ്റെ ഒരു ഗാർമെൻറ്റ് പ്രൊഡക്ഷനാണ് നമ്മൾ. ആ ഒരു ലെവലിലാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും? ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് നമ്മുടെ ഒരു ഫംഗ്ഷന് നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ, ഞാൻ അവിടെ വേറൊരു ഫംഗ്ഷന് പോയപ്പോൾ ഞാനൊരു അംബ്രല്ല സ്കേർട്ട് കണ്ടു. സർക്കുലർ സ്കേർട്ടിൻ്റെ മേലെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പായിരുന്നു. അത് എങ്ങനെയാണാവോ ചെയ്തിട്ടുണ്ടാവുക, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് എവിടെയാണാവോ ചെയ്തിട്ടുണ്ടാവുക, എനിക്ക് അതുപോലത്തെ വേണം. അല്ലെങ്കിൽ ആ ടോപ്പ് എനിക്കിഷ്ടമല്ല, ടോപ്പിന് വേറെ എന്തെങ്കിലും ചെയ്യണം, ഈ ഓൾട്ടർനെറ്റിന് പകരം ഓഫ് ഷോൾഡർ ചെയ്താലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഡിസൈനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് വേണം, എങ്ങനെ വേണം, എങ്ങനത്തെ വേണം, എന്ത് ഫാബ്രിക് വേണം, അതൊക്കെ നമ്മൾ നിശ്ചയിച്ച് എങ്ങനെയുള്ള സിൽവറ്റ് വേണം അല്ലേ, എങ്ങനെയുള്ള സിൽവറ്റ് വേണം, എന്താണ് എൻ്റെ ഫിഗർ ടൈപ്പ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ കസ്റ്റമറിൻ്റെ ഫിഗർ ടൈപ്പ്, അതിനെ പറ്റിയ സിൽവറ്റ്, എന്താണ് ഫംഗ്ഷൻ, ഈവനിങ് ഫംഗ്ഷനാണോ അതോ മോർണിംഗ് ഫംഗ്ഷനാണോ, അപ്പോൾ അതിനെ പറ്റിയ കളർ അല്ലേ, അതിന് മാച്ച് ആയിട്ടുള്ള ആക്സസറീസ്, അതൊക്കെ ലാസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ അല്ലേ പറയുന്നത്. അപ്പോൾ അതാണ് ഡിസൈനിങ് അല്ലേ. എല്ലാം കൂടി ആലോചിച്ച് നമ്മൾ നമ്മുടെ കംഫർട്ടിന് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ ഡിസൈനിങ്. ഡിസൈനിങ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡിസൈൻ കഴിഞ്ഞാൽ നമ്മൾ വരച്ചു, നമ്മൾ ഫ്രണ്ട് പോസ് വരച്ചു, ബാക്കിൽ എന്ത് വേണം, ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ആണോ അതോ ബാക്കിൽ ഇങ്ങനെ ഒരു ബോട്ടിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇതുപോലെ ഒരു കീ ഹോൾ ടൈപ്പ് അങ്ങനെ ബാക്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേണോ, അപ്പം ബാക്ക് പോസും വരച്ചു, ഫ്രണ്ട് പോസും വരച്ചു. ഇനി ഇതൊക്കെ കട്ട് ചെയ്യണം അല്ലേ, ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ച് ഇതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കണം ഇല്ലേ, ഒരു പേപ്പർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പാറ്റേൺ ഫസ്റ്റ് ഉണ്ടാക്കണം മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം, പാറ്റേൺ ഉണ്ടാക്കാൻ പാറ്റേൺ പേപ്പർ വേണം, നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ, ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ആ ഡിസൈൻ എങ്ങനെ വരും എന്നുള്ളതിൻ്റെ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാം. മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ച് പാറ്റേൺ പേപ്പറിൽ പാറ്റേൺ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ. പാറ്റേൺ മേക്കിങ്ങും പാറ്റേൺ ഡ്രാഫ്റ്റിംഗും നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, നമ്മളെല്ലാവരും നമ്മുടെ കോഴ്സിലുള്ളതാണ് അല്ലേ. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞാൽ പാറ്റേൺ ഉണ്ടാക്കിയാൽ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ്സ് വരിക, പാറ്റേൺ മേക്കിംഗ്. പാറ്റേൺ മേക്കിംഗ് കഴിഞ്ഞാലുള്ള പ്രോസസ്സാണ് ഇനി പറയാൻ പോകുന്നത്. പാറ്റേൺ മേക്കിംഗ് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോസസ്സ്? പാറ്റേൺ മേക്കിംഗ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മുന്നേ നമ്മളൊരു എക്സ്പോർട്ട് ഹൗസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കുന്നത് അല്ലേ. നമ്മൾ ഈ ഒരു ഗാർമെൻറ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ബയർ വന്നിട്ട് ബൈയിങ് ഹൗസിൽ നിന്ന് അവിടുത്തെ മെർച്ചൻഡൈസർ വന്നിട്ട് നമ്മുടെ എക്സ്പോർട്ട് ഹൗസിലെ മെർച്ചൻഡൈസർക്ക് ടെക് പാക്കും സ്പെസിഫിക്കേഷൻ ഷീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെഷർമെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, എന്ത് ഫാബ്രിക് വേണം ഒക്കെ ഉണ്ടാവും, പിന്നെ ഏത് സൈസസ് ഒക്കെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ. സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL, XXL ഒക്കെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഈ പാറ്റേൺ മേക്കിങ്ങിൽ നമ്മൾ ഒരു പാറ്റേൺ ഉണ്ടാവും, അതായത് ഏതെങ്കിലും ഒരു സൈസ് സ്മോളിൻ്റെ ഉണ്ടാക്കും. ആദ്യം നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്ത് പാറ്റേൺ മേക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ അടുത്ത ഇപ്പോൾ 4 സൈസ് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുക, സ്മോൾ, മീഡിയം, ലാർജ്, XL 4 സൈസ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഈ സ്മോളിൻ്റെ ഒരു പാറ്റേൺ, അതുപോലെ
മീഡിയത്തിൻ്റെ ഒരു പാറ്റേൺ, ലാർജ്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കും. അത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ സാമ്പിൾ പീസ് ഒരെണ്ണം ഉണ്ടാകും. ഒരു പീസ് നമ്മൾ ആദ്യം ഉണ്ടാകും. ഈ 10 ലക്ഷം പീസ് വേണമെന്ന് പറയുമ്പോൾ 10 ലക്ഷം പീസ് ഒരുമിച്ച് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്ട് നമ്മൾ ഒരു പീസ് ഉണ്ടാകും. അതെന്തിനാ? ഒരു സാമ്പിളിംഗ് ആണ് അത് കേട്ടോ. ഒരു സാമ്പിൾ ആദ്യം ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞ ഫുൾ സ്പെസിഫിക്കേഷനിൽ, അവർ പറഞ്ഞ ഫാബ്രിക്, അവർ പറഞ്ഞ സ്റ്റിച്ചസ്, അവർ പറഞ്ഞ നൂലിൻ്റെ കളർ, അവർ പറഞ്ഞ നൂലിൻ്റെ തിക്നെസ്, പിന്നെ അവർ പറഞ്ഞ എംബ്രോയിഡറി യൂസ് ചെയ്യുന്ന കളേഴ്സ്, ടൈപ്പ് ഓഫ് എംബ്രോയിഡറി, ടൈപ്പ് ഓഫ് ഫിനിഷിങ്, ടൈപ്പ് ഓഫ് പാക്കിംഗ്, എല്ലാം അവർ പറഞ്ഞ പോലെ ടെക് പാക്കിലുള്ള പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു സാമ്പിള് അത് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ബൈയിങ് ഹൗസിലെ മെർച്ചൻഡൈസർക്ക് അത് കിട്ടും. അവരത് ചെക്ക് ചെയ്യും, അവരത് ഫുൾ റിവ്യൂ ചെയ്യും. ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിലും ഒക്കെയാണോ ആ ഗാർമെൻറ്റ് വന്നേക്കുന്നതെന്ന് നോക്കും. ആണെങ്കിൽ അവരത് അപ്രൂവ് ചെയ്ത് നമുക്ക് തിരിച്ചയക്കും. അല്ലെങ്കിൽ അവരതിൽ കറക്ഷൻസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കും, നമ്മുടെ മെർച്ചൻഡൈസർക്ക് തിരിച്ചയക്കും. അപ്പോൾ നമ്മുടെ മെർച്ചൻഡൈസർ ആ കറക്ഷൻ ഒക്കെ ഫോളോ ചെയ്തിട്ട് പിന്നെയും വേറെ സാമ്പിൾ അയക്കും. അങ്ങനെ ആ സാമ്പിൾ റെഡി ആയി വരുമ്പോഴാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഓക്കെ, ബൾക്ക് പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ സാമ്പിൾ നമ്മൾ ആദ്യമായിട്ട് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അപ്രൂവ് ചെയ്തു വന്നോന്ന് വെച്ചാൽ നമ്മൾ ബൾക്ക് പ്രൊഡക്ഷനുള്ള സാമ്പിൾസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ പാറ്റേൺ മേക്കിംഗ് കഴിഞ്ഞാലത്തെ പ്രോസസ്സ് എന്താ വരുന്നത്? സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിൾ മേക്കിംഗ്. ഓക്കെ, സാമ്പിളിംഗ് കഴിഞ്ഞാൽ എന്താ വരാം? സാമ്പിളിംഗ് കഴിഞ്ഞാൽ ഞാൻ പറയും സാമ്പിളിംഗ് ഓക്കെ അവർ അയച്ചു കൊടുത്തു. നമ്മുടെ എക്സ്പോർട്ട് ഹൗസിലെ, നമ്മുടെ പ്രൊഡക്ഷനിലെ മെർച്ചൻഡൈസർ, നമ്മുടെ എക്സ്പോർട്ട് ഹൗസിലെ മെർച്ചൻഡൈസർ ബൈയിങ് ഹൗസിലെ മെർച്ചൻഡൈസർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബൈയിങ് ഹൗസിലെ മെർച്ചൻഡൈസർ അത് ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചയച്ചു. ഇല്ല, കറക്ഷൻസ് വെച്ച് തിരിച്ചയച്ചു. അപ്പോൾ നമ്മൾ ആ കറക്ഷൻസ് ഒന്നും കൂടി ക്ലിയർ ചെയ്ത് നമ്മൾ തിരിച്ചയച്ചു കൊടുത്തു. അങ്ങനെ ഫൈനലി സാമ്പിൾ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങണം. അതായത് ഓക്കെ, നമ്മൾ ഒരു സാമ്പിൾ ഉണ്ടാക്കി, അത് കറക്റ്റാണ്, ഇനി 10 lakh പീസസും ഒരുമിച്ച് നമുക്ക് ചെയ്യാം. അല്ലാന്ന് വെച്ചാൽ എന്താവും? 10 lakh പീസസ് ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ കറക്ഷൻ എല്ലാത്തിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫുൾ ഓർഡർ നമ്മൾ റിജക്റ്റഡ് ആവും, നമുക്ക് 1 നഷ്ടം വരും, നമുക്ക് 1 ലോസ് വരും. ഓക്കെ, അതിനാണ് നമ്മൾ സാമ്പിളിംഗ് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് ഗാർമെൻറ്റ് മാനുഫാക്ചറിംഗിൽ അല്ലെങ്കിൽ ഗാർമെൻറ്റ് പ്രൊഡക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും അതിന് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് സാമ്പിളിംഗ്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാമ്പിളിന് പറയുന്ന ഒരു പേരുണ്ട്, പ്രോട്ടോ സാമ്പിൾ. അത് നോട്ട് ചെയ്ത് വെക്കാം. പ്രോട്ടോ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് സാമ്പിൾ എവർ മെയ്ഡ്. നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പിൾ, ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പിളാണ് പ്രോട്ടോ സാമ്പിൾ. ഓക്കെ, ഈ സാമ്പിൾ ചെയ്ത് അത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി അയച്ചു കൊടുത്തില്ലേ, അതിനാണ് പ്രോട്ടോ സാമ്പിൾ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ്. അതായത് 10 ലക്ഷം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ഒരു സാമ്പിൾ കൂടി ഉണ്ടാക്കും. പ്രൊഡക്ഷൻ ഇപ്പോൾ ഇവർക്ക് അയച്ചു കൊടുത്ത് കറക്ഷൻ കഴിഞ്ഞ് വന്ന സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മെർച്ചൻഡൈസറിൻ്റെ കയ്യിലായിരിക്കും ഇരിക്കുക അല്ലേ? ഇനി നമുക്ക് പ്രൊഡക്ഷൻ സാമ്പിൾ ഉണ്ടാക്കണം. പ്രൊഡക്ഷൻ സാമ്പിൾ ഉണ്ടാക്കിയിട്ട് അത് പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് കൊടുക്കും. അതവിടെ ഹാങ് ചെയ്തിടുക എങ്ങനെയെങ്കിലും ചെയ്യും. അതായത് ഫൈനലി ഈ 10 ലക്ഷം പീസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഗാർമെൻറ്റ് ഇവിടെ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന ഈ സാമ്പിളിൻ്റെ പോലെ ഇരിക്കും എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ഷൻ സാമ്പിൾ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ സാമ്പിളിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോട്ടോ സാമ്പിൾ, അത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പാറ്റേൺ, ഒരു പ്രൊഡക്ഷൻ പാറ്റേൺ നമ്മളുണ്ടാകും. ഇത് പ്രൊഡക്ഷൻ സാമ്പിൾ ആൻഡ് പാറ്റേൺ. എന്താ പറയുന്നത് വെച്ചാൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു പാറ്റേൺ വെക്കണ്ടേ അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഈ ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള പാറ്റേൺ. അതാണ് പ്രൊഡക്ഷൻ. സാമ്പിൾസ് ഉണ്ടാക്കും, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാമ്പിളും ഉണ്ടാക്കും, പാറ്റേണും ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അങ്ങനെ നമ്മൾ ഫുൾ പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അതിലൊരു കൺഫ്യൂഷൻ വരും. അതായത് ബയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ബയർ നമ്മളോട് മീഡിയം മാത്രം ചെയ്യാൻ പറയാന്ന് വെച്ചാൽ ഓക്കെ, ഞാനിപ്പോൾ ഈ പറയാൻ വരുന്ന സ്റ്റെപ്പിൻ്റെ ആവശ്യം വരില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് ആണ്. ഓക്കെ, ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യം വരില്ല. ഒരു സൈസാണ് പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ
പക്ഷേ ഒന്നിലധികം സൈസസ് പറയാന്ന് വെച്ചാൽ നമുക്ക് ഗ്രേഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ സ്മോൾ ഉണ്ടാക്കി അതിൽ നിന്ന് മീഡിയം ആക്കണം, ലാർജ് ആക്കണം, എക്സൽ ആക്കണം, ഡബിൾ എക്സൽ ആക്കണം. ഇതിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടാകും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ബേസിക് മെഷർമെൻറ്റിൽ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഗ്രേഡിങ്. ഉള്ള പാറ്റേൺ വെച്ചിട്ട് അത് ഗ്രേഡ് ചെയ്ത് മറ്റു പാറ്റേൺസ് ഉണ്ടാക്കി ഗ്രേഡിങ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്നാലല്ലേ പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. 10 ലക്ഷം പീസസ് ടോട്ടലായിരിക്കും. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും 2 ലക്ഷം സ്മോള്, 2 ലക്ഷം മീഡിയം, 2 ലക്ഷം എക്സൽ, 2 ലക്ഷം ലാർജ്, 2 ലക്ഷം ഡബിൾ എക്സൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേറെ വേറെ പാറ്റേൺസ് വേണ്ടേ? കാരണം സ്മോൾ ചെറുതായിരിക്കും, ലാർജ് ആയിരിക്കും ഇത്രയും കൂടി വലുതായിരിക്കും. അപ്പോൾ സ്മോളിൽ നിന്ന് നെക്സ്റ്റ് സൈസിലോട്ട് ഗ്രേഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതാണ് ഗ്രേഡിങ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പ്രൊഡക്ഷൻ സാമ്പിൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പാറ്റേൺ ഗ്രേഡിങ് ചെയ്ത് അടുത്ത സൈസുകളിലേക്ക് നമുക്കിത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രേഡിങ്. ഇനി ഗ്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം എന്താണ് നമ്മുടെ കയ്യിൽ? നമ്മൾ ഡിസൈൻ ചെയ്തു, അതിനൊരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു പാറ്റേൺ ഉണ്ടാക്കി, അതിനൊരു എൽ സൈസിൻ്റെ സാമ്പിൾ ഉണ്ടാക്കി. സാമ്പിൾ നമുക്ക് അയച്ചു കൊടുത്തു, ബയറിന് അയച്ചു കൊടുത്തു. ബയർ അത് അപ്രൂവ് ചെയ്ത് തിരിച്ച് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ സാമ്പിൾ ഉണ്ട്. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ സാമ്പിൾ ഉണ്ടാക്കി, പ്രൊഡക്ഷൻ പാറ്റേൺ ഉണ്ടാക്കി, പ്രൊഡക്ഷൻ സാമ്പിൾ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഒരു സൈസ് പോരാ, അവരൊരു 5 സൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 സൈസും ഉണ്ടാക്കണ്ടേ? ഗ്രേഡ് ചെയ്ത് ഉണ്ടാക്കണം ഇല്ലേ? അപ്പോൾ നമ്മൾ ഗ്രേഡിങ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രേഡിങ് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും പ്രോസസ്സ്? അതായത് നമ്മുടെ ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസും സെറ്റാണ്. അതായത് നമ്മുടെ കയ്യിൽ ഫാബ്രിക് ഉണ്ട്. നമ്മൾ ഫാബ്രിക് ഒക്കെ ഓൾറെഡി വരുത്തി കഴിഞ്ഞു കേട്ടോ. ഫാബ്രിക് ഉണ്ട്, എല്ലാ പാറ്റേൺസും ഉണ്ട്. ഗ്രേഡ് അതായത് സ്മോൾ, മീഡിയം, ലാർജ് എല്ലാത്തിൻ്റെയും പാറ്റേൺസ് ഉണ്ട്. പിന്നെ പ്രൊഡക്ഷൻ സാമ്പിൾ നമ്മളവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്താൽ പോരെ? അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ്, അതായത് സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാബ്രിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഫാബ്രിക്സ് എടുക്കുക. റോളായിട്ടായിരിക്കും നമ്മൾ ഫാബ്രിക്സ് വാങ്ങിച്ചിട്ടുണ്ടാവുക. ടൺ കണക്കിന് വെയിറ്റുള്ള റോളായിട്ട്, കിലോ കണക്കിന് വെയിറ്റുള്ള റോൾസ് ആയിട്ടായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക ഫാബ്രിക്. അതിൽ ഓരോ റോളും സൈസ് വൈസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതായത് ഇപ്പോൾ ഒരു ടീഷർട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 20 ഇഞ്ചസ് ലെങ്ത് ഉള്ള ടീഷർട്ട് ആണ് ചെയ്യുന്നത്. ആ ടീഷർട്ടിൻ്റെ ഒരു 20 ഇഞ്ചസ് ഓഫ് ലെങ്ത് ആണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ഒരു സ്മോൾ ആണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 20 ഇഞ്ചസ് ഓഫ് ടീഷർട്ട് അല്ലേ? 20 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ആ റോൾ ഇങ്ങനെ നിവർത്തും ഫാബ്രിക്കിൻ്റെ. എന്നിട്ട് നമ്മുടെ കയ്യിൽ പാറ്റേൺ ഉണ്ടല്ലോ, നമ്മൾ പാറ്റേൺ ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയോ ഫ്രണ്ട് കിട്ടും, ബാക്ക് പാറ്റേൺ, സ്ലീവിൻ്റെ പാറ്റേൺ, കോളർ ഉണ്ടെന്ന് വെച്ചാൽ കോളറിൻ്റെ പാറ്റേൺ, അങ്ങനെ അതൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിന് കട്ട് ചെയ്തെടുക്കും. ഇത്രയും പോകുന്ന ഒരു മീറ്റർ തുണി മതി എന്ന് വിചാരിക്കുക. ഒരു 1.5 മീറ്റർ 1.5 meters ഓഫ് ക്ലോത്ത് മതി, ഫാബ്രിക് മതി എന്ന് വെച്ചാൽ അത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ 1.5 മീറ്റർ കുറേ കട്ട് ചെയ്തെടുത്ത് ഓരോ ലേ ആയിട്ടെടുക്കും, ഓരോ പീസസ് ആയിട്ട് എടുക്കും. ഇതൊരു 1.5 മീറ്ററിൻ്റെ പീസാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പീസസ് ആക്കി എടുക്കും. നിറച്ച് റോളായിരിക്കും, അതൊരു പീസസ് ആക്കി എടുക്കും. ആ ഒരു 1.5 മീറ്ററിൻ്റെ പീസിൽ നമ്മൾ ഫ്രണ്ട് ബോഡി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡി വയ്ക്കും. പിന്നെ നമ്മൾ സ്ലീവ് വയ്ക്കും. അങ്ങനെ വേറെ ഏതെങ്കിലും പാറ്റേൺസ്, സ്ലീവിൻ്റെ ബാൻഡ് വേണമെങ്കിൽ ബാൻഡ് വയ്ക്കും ഇല്ലേ? പിന്നെ കോളർ വേണമെങ്കിൽ നമ്മൾ കോളർ വയ്ക്കും ഇല്ലേ? അല്ലാത്ത പാറ്റേൺസ് വേറെ സ്റ്റാൻഡ് കോളർ വയ്ക്കും. അങ്ങനെ 1 മീറ്റർ ഫാബ്രിക്കിൽ നമ്മൾ ഈ പാറ്റേൺസ് ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് 1.5 മീറ്റർ മതി എന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുക്കും. അങ്ങനെ അത്രയും റോൾസ് ചെയ്യുന്ന ഇങ്ങനെ കുറേ 1.5 മീറ്റർ പീസസ് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കും. അങ്ങനെ ഇതൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഓരോ ലെയറായിട്ട് വെക്കും. അതായത് ഒന്നിന് മേലെ ഒന്നായിട്ട് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഓരോ ലെയർ ഇങ്ങനെ വെച്ച് പോകും. അതായത് ഇപ്പോൾ ഒരു ലെയർ ഇട്ടു, അതിന് മേലെ ഒരു ലെയർ, അങ്ങനെ കുറേ ലെയറായിട്ട് ഇങ്ങനെ അട്ടിയായിട്ട് വെക്കാന്ന് പറയുള്ളൂ. അട്ടിയായിട്ട് മേതെ വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലെയർ പോലും ഇടയിൽ ഇങ്ങനെ ചുളിഞ്ഞിരിക്കാൻ പാടില്ല. ലേ കറക്റ്റ് ആയിരിക്കണം.
ശരിയാവില്ല. അപ്പോൾ അട്ടി വെച്ചിട്ട് ഓരോ ലേയും കറക്റ്റായിട്ട് നല്ല സ്റ്റീം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം മീതയ്ക്ക് മേലെ. അതാണ് നമ്മുടെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അതാണ് സ്പ്രെഡിങ്. ഓരോ ലേയും ഇതാണ് സ്പ്രെഡിങ്. ഓക്കെ, ഓരോ ലേയും അങ്ങനെ കറക്റ്റായിട്ട് മീതയ്ക്ക് മീതെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഓരോ 1.5 മീറ്റർ. ഈ 1.5 മീറ്ററും ഒരു ടീഷർട്ടും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഇത് മീതയ്ക്ക് മീതെ ഇങ്ങനെ വെച്ച് ഒരു ലേ ആക്കി എടുക്കാം. അതായത് ഒരു കട്ട്, ഒരു ഇത്രയും ഹൈറ്റ് ഉണ്ടാവും. ഇതിൽ ചിലപ്പോൾ ഒരു 100, 150, 200 പീസസ് ഉണ്ടാവും. 1.5 മീറ്ററിൻ്റെ ഒരു 200 പീസസ് ഉണ്ടാവും. കേട്ടോ? അപ്പോൾ അത് അത്രയും വലിയ ലെയറാക്കി ഒരു ലേ ആക്കി തന്നെ വെക്കാം. ആ ലേയുടെ ഓരോ ലെയറും ലേ എന്നാണ് പറയുക. ആ ബണ്ടിലിനെ അങ്ങനെ തന്നെ ലേ എന്നാണ് പറയുക. അതിൻ്റെ ഓരോ പ്ലൈനെ ലെയർ എന്ന് പറയാം, പ്ലൈ എന്ന് പറയും. ഓരോ പ്ലൈ നല്ലോണം വിരിച്ച് നല്ലോണം സ്റ്റീം പ്രസ് ചെയ്ത് ഇടയ്ക്ക് മണക്കും ചുരുക്കും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അത്ര നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കണ പോലെ സ്പ്രെഡ് ചെയ്യാം. പക്ഷെ ഇതെന്താ വെച്ചാൽ ഒന്നിനായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും. നല്ല കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതാണ് സ്പ്രെഡിങ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രയും ആയിരുന്നു സ്പ്രെഡിങ്. സ്പ്രെഡിങ് എന്ന് പറയുമ്പോൾ ഓരോ പ്ലൈയും നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും നന്നായി വലിച്ച് നമ്മൾ ഒന്നിക്ക് മീതെ ഒന്നായിട്ട് നല്ലൊരു ലേ ഉണ്ടാക്കാം. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മീതെ നമ്മൾ എന്ത് ചെയ്യും? പാറ്റേൺസ് വരും. നമ്മുടെ കയ്യിൽ പേപ്പർ പാറ്റേൺസ് ഉണ്ട് ഇല്ലേ? നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സ്മോളിൻ്റെയോ മീഡിയത്തിൻ്റെയോ ലാർജിൻ്റെയോ എല്ലാത്തിനും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ഇപ്പോൾ ഈ 1.5 മീറ്ററിൽ നിന്ന് സ്മോൾ ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഒരു എക്സാമ്പിളായിട്ട് അല്ലേ? അപ്പോൾ സ്മോളിൻ്റെ പാറ്റേൺസ് ഉണ്ടാക്കാം. ഫ്രണ്ട് ബോഡി പാറ്റേൺ, ബാക്ക് ബോഡി പാറ്റേൺ, സ്ലീവ് പാറ്റേൺ, കോളേഴ്സ് ഉണ്ടെങ്കിൽ കോളർ പാറ്റേൺ, കോളറിൻ്റെ ബാൻഡിൻ്റെ പാറ്റേൺ, അതൊക്കെ എടുക്കാം. അതൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ ഒരു പ്ലൈ ആണെന്ന് വിചാരിക്കാം. നമ്മുടെ ആ അട്ടിയടക്കായിട്ട് വെച്ചേക്കുന്ന ആ ഒരു ലേ ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ മീതെ ഓരോ പാറ്റേൺസ് ഇങ്ങനെ വെക്കും, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. സ്ഥലം കളയാണ്ട് മാക്സിമം സ്പേസ് ഇങ്ങനെയൊന്നല്ല, അതായത് അട്ടിയടക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വെച്ചിട്ട് അത് നമ്മൾ ഒരു പെന്നോ കൊണ്ടോ ചോക്ക് കൊണ്ടോ മാർക്ക് ചെയ്തെടുക്കും. ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുക്കും. അതാണ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കർ മേക്കിംഗ്. അപ്പോൾ സ്പ്രെഡിങ് കഴിഞ്ഞാൽ മാർക്കർ മേക്കിംഗ് എന്താണ്? നമ്മുടെ പാറ്റേൺസ് ലേയുടെ മോളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് പാറ്റേൺസ് എടുത്ത് മാറ്റും. അപ്പോൾ ഇതുപോലെ മാർക്കിംഗ് വന്നിട്ടുണ്ടോ? ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? കട്ടിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അല്ലേ? നമുക്ക് ആലോചിച്ചറിയാം, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി കട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കട്ടിംഗ് ആണ്. കട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി ഒന്നും ചെയ്യാനില്ല. അവിടെ നൈഫ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ആണ്, കട്ടിംഗ് ടൂൾസ് ആണ് കമ്പനീസിലൊക്കെ ഉപയോഗിക്കുക. വാട്ടർ ജെറ്റ് കട്ടിംഗ് ഉണ്ട്, എയർ ജെറ്റ് കട്ടിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാൻഡ് നൈഫ് ഉണ്ട്, സ്ട്രെയിറ്റ് നൈഫ് ഉണ്ട്. ചില നൈഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ, എന്നിട്ട് ഇങ്ങനെ പോകും. അത് അനക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ നമ്മൾ ഫാബ്രിക് ബണ്ടിൽസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് പൊക്കോളും. ഈ റബ്ബറൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ റബ്ബർ ഷീറ്റുകളൊക്കെ. ചില നൈഫ് ഇങ്ങനെ പിസ്സ കട്ടർ പോലെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അതിങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കാം. വണ്ടി ഓടിക്കണ പോലെ ഇങ്ങനെ ആക്കി കട്ട് ചെയ്യാം. അങ്ങനത്തെ നൈഫുകളുണ്ട്. ബാൻഡ് നൈഫ്, സ്ട്രെയിറ്റ് നൈഫ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന ആൾക്കാർ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പണ്ട് എർഗണോമിക്സ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഫസ്റ്റ് സെമ്മിൽ നമ്മുടെ ഈ വർക്ക് എൻവയോൺമെൻറ്റിൽ ലാബിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ഗ്ലൗസ്, മെറ്റൽ ഗ്ലൗസ്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന അവരുടെ കൈയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മെറ്റൽ ഗ്ലൗസ് യൂസ് ചെയ്യും. ഒരു ഗ്ലൗസ് ഇടും, മെറ്റലിൻ്റെ ഗ്ലൗസ് ഇടും. കാരണം നമ്മൾ ഇങ്ങനെ എങ്ങാനും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ കൈമൊക്കെ കൊണ്ടാൽ മുറിയില്ലേ? അപ്പോൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു മെറ്റൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് അവരത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഈ പറഞ്ഞ പോലെ മാർക്കർ മേക്കിംഗ്. മാർക്ക് ചെയ്തു, പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? ഫൈനലി ഫ്രണ്ട് ബോഡി ഉണ്ട്, ബാക്ക് ബോഡി ഉണ്ട്, സ്ലീവ് ഉണ്ട് 2 ലെഫ്റ്റ് സ്ലീവ്, റൈറ്റ് സ്ലീവ്, കോളർ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടും ഇല്ലേ? അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കണ്ടേ? ഫ്രണ്ട് ബോഡി ഒരു സ്ഥലത്ത്, ഇനി അടുത്ത 100 പീസ് ഇടും, കട്ട് ചെയ്യും, അടുത്ത 100 പീസ് ചെയ്യും, കട്ട് ചെയ്യും ഇല്ലേ? അങ്ങനെ കുറേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബോഡികളൊക്കെ ഒരു സ്ഥലത്ത്, ബാക്ക് ബോഡികളൊക്കെ ഒരു സ്ഥലത്ത്, സ്ലീവ് ഒരു സ്ഥലത്ത്. അതെന്താണ്? ബണ്ടിലിങ് ആൻഡ് സോർട്ടിങ് അല്ലേ? സോർട്ടിങ് ആൻഡ് ബണ്ടിലിങ്. ആദ്യം സോർട്ട് ചെയ്യണം അല്ലേ?
സോർട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ബോഡിയൊക്കെ മാറ്റി വയ്ക്കുക, ബാക്ക് ബോഡിയൊക്കെ മാറ്റി വയ്ക്കുക, സ്ലീവൊക്കെ മാറ്റി വയ്ക്കുക, കോളറൊക്കെ മാറ്റി വയ്ക്കുക, അങ്ങനെ അങ്ങനെ ഓരോന്ന് തരം തിരിച്ചു വയ്ക്കുക. അതാണ് സോർട്ടിങ്. അത് കഴിഞ്ഞിട്ട് ബണ്ടിലിങ്. സോർട്ടിങ് ആൻഡ് ബണ്ടിലിങ്. ബണ്ടിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ബണ്ടിലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അവസാനം 10 lakh പീസസും കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ കട്ടിങ്സ്, ഒരു ദിവസം കൊണ്ട് 10 lakh പീസസ് കട്ട് ചെയ്യില്ല, ഒരു ദിവസം കൊണ്ട് ഒരു 1 lakh പീസസ് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അന്ന് കട്ട് ചെയ്ത 1 lakh ഫ്രണ്ട് ബോഡി, 1 lakh ബാക്ക് ബോഡി, 1 lakh ലെഫ്റ്റ് സ്ലീവ്, 1 lakh റൈറ്റ് സ്ലീവ് ഒരുമിച്ച് കെട്ടി വയ്ക്കാം. അതായത് ഒരുമിച്ച് അത് ബണ്ടിൽ ചെയ്ത് വെക്കാം. ഓരോരോ സെപ്പറേറ്റ് ബണ്ടിലുകളാക്കി സോർട്ട് ചെയ്ത് ബണ്ടിൽ ചെയ്ത് മാറ്റി വയ്ക്കാം. അതാണ് സോർട്ടിങ് ആൻഡ് ബണ്ടിലിങ്. ഇത് സോർട്ട് ചെയ്ത് ബണ്ടിൽ ചെയ്ത് ഇനി നെക്സ്റ്റ് എങ്ങോട്ട് പോവാം? കട്ടിങ് കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ നെക്സ്റ്റ് എന്തായിരിക്കും? സ്യൂയിങ് ആയിരിക്കും അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്യൂയിങ് ആയിരിക്കും. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. കട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ബോഡി ഒരു സ്ഥലത്ത്, ബാക്ക് ബോഡി ഒരു സ്ഥലത്ത്, അതൊക്കെ ഒരുമിച്ച് ബണ്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. സ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും കട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അപ്പോൾ സ്യൂയിങ് ആൻഡ് അസംബ്ലിങ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്യൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റിച്ചിങ്. ഇരുന്ന് തയ്ക്കാം. ഇരുന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് അസംബിൾ ചെയ്യുക. അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയും? അസംബിൾ ചെയ്യേണ്ട ആവശ്യം എന്താ? കാരണം നമ്മൾ ഇങ്ങനല്ലേ ഇങ്ങനെ ഇരുന്ന് തയ്ക്കുന്നത്, പിന്നെ അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കാരണം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്സ്പോർട്ട് ഹൗസിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ സ്യൂയിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളല്ല ഒരു ടീഷർട്ട് ഫുള്ളിരുന്ന് സ്റ്റിച്ച് ചെയ്യാം. അത് സ്റ്റിച്ചിങ് ലൈൻ ആയിരിക്കും അവിടെ. ഓക്കെ, ലൈൻ ഓഫ് സ്റ്റിച്ചിങ് എന്ന് പറയും. അതായത് അതെങ്ങനെയാണ്? ലൈൻ ഓഫ് ഓപ്പറേഷൻ ആണ്. ലൈൻ ഓഫ് സ്റ്റിച്ചിങ് ഓപ്പറേഷൻ ആണ്, സ്യൂയിങ് ഓപ്പറേഷൻ ആണ്. അതായത് ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ 10 സ്യൂയിങ്ങിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. 10 തയ്ക്കുന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവരുടെ ഓരോ മെഷീൻസും അടുപ്പിച്ചാണ് ഉണ്ടാവുക. അതായത് ഒരാൾ ഒരു സംഭവം തയ്ച്ചു, അത് അപ്പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ലൈൻ ഓഫ് സ്റ്റിച്ചിങ് ആയിരിക്കും അവിടെ. എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ടീഷർട്ട് തയ്ക്കണം. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും? സ്റ്റിച്ചിങ്ങിൻ്റെ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ആയിരിക്കും ഫ്രണ്ട് ബോഡി ബാക്ക് ബോഡിയും കൂടി ഷോൾഡറിൽ ജോയിൻ ചെയ്യുക അല്ലേ? ഫ്രണ്ട് ബോഡിയുടെ ഷോൾഡറും ബാക്ക് ബോഡിയുടെ ഷോൾഡറും കൂടി ഒരുമിച്ച് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുക. അതായിരിക്കും ഫസ്റ്റ് പ്രോസസ്സ് അല്ലേ? അത് ഒരാൾ ചെയ്യും. ഒരു സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ 10 പേരുണ്ടെന്ന് വെച്ചാൽ അയാൾ ഷോൾഡർ മാത്രം ജോയിൻ ചെയ്യും. അപ്പുറത്തേക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും അയാൾക്ക് അടുത്ത പീസ് ഇവിടെ വന്നിട്ടുണ്ടോ? ഷോൾഡർ മാത്രം ജോയിൻ ചെയ്യും, അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ ഷോൾഡർ മാത്രം ജോയിൻ ചെയ്യും, അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ ആ പ്രോസസ്സ് മാത്രമേ അയാൾ ചെയ്യുള്ളൂ. അടുത്ത ആൾക്ക് കൊടുക്കും. അപ്പോൾ അടുത്ത ആൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അയാൾ കോളർ ഉണ്ടെന്ന് വെച്ചാൽ കോളർ ഫിറ്റ് ചെയ്യും. അതുമേ കോളർ മാത്രം ഫിറ്റ് ചെയ്യും. അല്ലെങ്കിൽ കോളർ ഇല്ല എന്ന് വെച്ചാൽ സ്ലീവ് ഫിനിഷ് ചെയ്യും. അല്ല, നെക്ക് ഫിനിഷ് ചെയ്യും. അയാൾ നെക്ക് മാത്രം ഫിനിഷ് ചെയ്യും, അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ അപ്പോഴേക്കും ഇയാൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും, അങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അത് മാത്രം, അങ്ങനെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി മാത്രം ചെയ്യും. എന്നിട്ട് അടുത്ത ആൾ കൂടും. അടുത്ത ആൾ സ്ലീവ് ജോയിൻ ചെയ്യും, സ്ലീവ് അസംബിൾ ചെയ്യും. ഇല്ലേ, സ്ലീവ് അസംബിൾ ചെയ്യും ഒരാൾ. അങ്ങനെ അടുത്ത ആൾ കൊടുക്കും. അപ്പോഴേക്കും അടുത്ത ആളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും, സ്ലീവ് അസംബിൾ ചെയ്യും, അപ്പുറത്തേക്ക് പാസ് ചെയ്യും. അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്ലീവ് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി സ്ലീവ് തൊട്ട് അടി വരെ ഈ സൈഡ് സീംസ് ഒന്ന് അസംബിൾ ചെയ്യും. അത്രയേ ഉള്ളൂ. സൈഡ് സീംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യും, സ്യൂ ചെയ്യും. അങ്ങനെ എന്ത് കിട്ടി നമുക്ക്? ഫൈനലി ഒരു ടീഷർട്ട് കിട്ടി. ഓക്കെ, സൈഡ് സീം സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഹെം ലൈൻ ഫിനിഷ് ചെയ്യണം അല്ലേ? അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്ത് അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരാൾ തന്നെ ഒരു ആക്ഷനിൽ എക്സ്പേർട്ടൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അത് മാത്രം ചെയ്താൽ മതി. അവർ ആ പണിയിൽ എക്സ്പേർട്ടൈസ്ഡ് ആയി. അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ അയാൾ നെക്ക് ഫിനിഷിംഗ് ആണ് ചെയ്യുന്നത്. അയാൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അയാൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ ഇരുന്ന് ആ വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അയാൾ അതിൽ എക്സ്പേർട്ടൈസ്ഡ് ആയി എന്ന് മാത്രമല്ല, അപ്പോൾ പെർഫെക്ഷൻ ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത ആൾ കൊടുക്കും. അങ്ങനെ എക്സ്പേർട്ടാവും. നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് സ്യൂയിങ് ആൻഡ് അസംബ്ലിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ ഫൈനലി ഒരു ടീഷർട്ട് നമുക്ക് കിട്ടും. ആ ടീഷർട്ട് കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ സ്യൂയിങ് ആൻഡ് അസംബ്ലിങ് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഫൈനലി ഈ 10 പേരുടെ കയ്യിലും പാസ് ചെയ്തു. 10 പേരോ 5 പേരോ 10 പേരുടെ കയ്യിലും പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടീഷർട്ട് കിട്ടി. ഒരു വലിയ ഇൻഡസ്ട്രി ആകുമ്പോൾ ഈ 10 പേര് മാത്രമല്ല കേട്ടോ, ഇതൊരു ലൈൻ.
അതിൻ്റെ അപ്പുറത്ത് അടുത്ത 10 പേരുടെ ലൈൻ, അതിൻ്റെ അപ്പുറത്ത് അടുത്ത 10 പേരുടെ ലൈൻ, അങ്ങനെ കുറേ ലൈൻ ഉണ്ടാവും. ഓക്കെ, കുറേ ലൈൻ ഓഫ് സ്യൂയിങ് ഉണ്ടാവും. ഓരോ ലൈൻ സൂപ്പർവൈസ് ചെയ്യാൻ ഓരോ സൂപ്പർവൈസേഴ്സ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ, ഓരോ ലൈനിൻ്റെയും ചുറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിൽ. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്യൂയിങ് ആൻഡ് അസംബ്ലിങ് കഴിഞ്ഞാൽ വരുന്നത് ഇൻസ്പെക്ഷനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടീഷർട്ട് കിട്ടി, സ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടീഷർട്ട് കിട്ടി. അത് ഒന്ന് ഈ സൂപ്പർവൈസർ, ഞാൻ പറഞ്ഞില്ലേ ഒരു ലൈനിൻ്റെ ചുറ്റും ഒരു സൂപ്പർവൈസർ നടക്കുന്നുണ്ടോ, എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് നടക്കുന്നുണ്ടോ, സൂപ്പർവൈസർ ചെക്ക് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും. ഒരു ടീഷർട്ട്, ഓരോ ടീഷർട്ട് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്റ്റിച്ച് വിട്ടിട്ടുണ്ടോ, സ്റ്റിച്ച് പിടിക്കായിട്ടുണ്ടോ, ലൂപ്ഡ് സ്റ്റിച്ചസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെ വല്ല കട്ടോ ബേണോ എങ്ങാനും വന്നിട്ടുണ്ടോ, വല്ല കറയോ വല്ല സ്പോട്ടോ ഡോട്ടോ എങ്ങാനും വന്നിട്ടുണ്ടോ, ബട്ടൺസ് ഒക്കെ പ്രോപ്പർലി ആയിട്ടില്ലേ, എല്ലാം വെച്ചിട്ടില്ലേ, എല്ലാം ആയിട്ടില്ലേ എന്നൊക്കെ നോക്കും. അപ്പോൾ അതാണ് ഇത് ഇൻസ്പെക്ഷൻ. സൂപ്പർവൈസറിൻ്റെ ലൈൻ സൂപ്പർവൈസറിൻ്റെ വക ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും ഓരോ പീസും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്യൂയിങ് ആൻഡ് അസംബ്ലിങ് വന്നിട്ട് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷനിൽ എന്തുണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർവൈസേഴ്സ് ഇൻസ്പെക്ട് ചെയ്യും. ഫൈനലി വന്ന ടീഷർട്ട്സ് ഒക്കെ എടുത്തു നോക്കും, സ്റ്റിച്ചസ് വരെ നോക്കും, ഫാബ്രിക്കിന് എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റുമോ, ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റുമോ, നീഡിൽസിൻ്റെ തുമ്പ് വല്ലത് ഇരിക്കുന്നുണ്ടോ, എല്ലാം ഇൻസ്പെക്ട് ചെയ്യും. അതായിരിക്കും ഇൻസ്പെക്ഷൻ. സ്യൂയിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഇൻസ്പെക്ഷനാണ് അത്. ആ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും? അതിന് ഇൻസ്പെക്റ്റ് ഒക്കെ ചെയ്തു, ഇനി എന്തായിരിക്കും? ഫിനിഷിങ് ചെയ്യണം അല്ലേ? വല്ല നൂലൊക്കെ ഇങ്ങനെ ഞാണ്ടൊക്കെ എടുക്കണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞ് ഫിനിഷ് ചെയ്യണ്ടേ? ഫിനിഷിങ് ആൻഡ് പ്രസ്സിങ്. ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ ട്രിം ചെയ്ത് മാത്രമല്ല, ട്രിം ചെയ്ത് കളയൽ മാത്രമല്ല, അയൺ ചെയ്യൽ, സ്റ്റീം അയൺ, പലതരം അയണിങ് ഉണ്ട്, അതൊക്കെ ഫിനിഷിങ്ങിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ ഫിനിഷിങ് ആൻഡ് പ്രസ്സിങ് അതായത് നെക്സ്റ്റ്. അപ്പോൾ ഫിനിഷിങ് ആൻഡ് പ്രസ്സിങ്. ഫിനിഷിങ് ആൻഡ് പ്രസ്സിങ്ങിൽ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സ് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ നമ്മൾ വിചാരിക്കുന്നത് ചെറിയൊരു ത്രെഡ് കട്ട് ചെയ്യുക, നീണ്ടു നിൽക്കുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്യുക, ബട്ടൺ ശരിക്കും വെച്ചിട്ടുണ്ടെന്ന് നോക്കുക, അതും മാത്രമല്ല വേറെ കുറേ പ്രോസസ്സ് ഉണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ എംബ്രോയിഡറി ഇല്ലാത്ത ഒരു ടീഷർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. എംബ്രോയിഡറി ഹാൻഡ് വർക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് പണി കൂടും. അതായത് ഓരോ ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഒക്കെ ഇൻസ്പെക്ട് ചെയ്യണം, ചെക്ക് ചെയ്യണം, ഫിനിഷ്ഡ് അല്ലേ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ത്രെഡുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ ഫിനിഷിങ്, അതിൻ്റെ പ്രസ്സിങ് ചെയ്യണം, അയണിങ്. പല ഗാർമെൻറ്റ്സിനും പല ടൈപ്പ് അയണിങ്ങാണ് പറഞ്ഞിട്ടുണ്ടാവുക. ചിലത് വാട്ടർ സ്പ്രേഡ് അയണിങ്ങാണ് പറഞ്ഞത്, ചിലത് സ്റ്റീം അയൺ, അങ്ങനെ ചിലത് ഈ ഹാൻഡ് അയൺ, അങ്ങനെ കുറേ അയണിങ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യണം, അയണിങ് ചെയ്യണം, ഫിനിഷിങ് ഒക്കെ ചെയ്യണം, എല്ലാം കറക്റ്റായിട്ട് അയൺ ചെയ്ത് നല്ല ഫോൾഡ് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ ഫോൾഡ് ചെയ്യണം എന്ന് വരെ ബയർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഫോൾഡ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് വയ്ക്കാം. അതാണ് ഫിനിഷിങ്. ഫിനിഷിങ് എന്താ? ത്രെഡ് ട്രിം ചെയ്ത് കളയാം, ബട്ടൺസ് ശരിയായിട്ട് വെച്ചിട്ടുണ്ടോ നോക്കാം, പിന്നെ അതുമേ വെച്ചെടുക്കുന്ന ലേസോ അതുപോലെ വല്ല പ്ലാസ്റ്റിക് ഹാങ്ങിങ് ലേസോ അതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ നോക്കണം. അയൺ ചെയ്യണം, പ്രോപ്പറായിട്ട് അവർ പറഞ്ഞ മെത്തേഡിലൂടെ അയൺ ചെയ്യണം, അവർ പറഞ്ഞ മെത്തേഡിലൂടെ ഫോൾഡ് ചെയ്യണം, എല്ലാം ചെയ്യണം. എല്ലാം ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിർത്താം. അതാണ് എന്ത്? ഫിനിഷിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഫിനിഷിങ് കഴിഞ്ഞു, പ്രസ്സിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ വേണ്ടേ? കാരണം ഫിനിഷിങ് പ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ ത്രെഡ് ഫിനിഷിംഗ് പ്രോസസ്സിൽ ത്രെഡ് ഞാൻ ഇട്ട് കട്ട് ചെയ്തപ്പോൾ അറിയാണ്ട് ഫാബ്രിക് കട്ടായി പോയിട്ടുണ്ടെങ്കിലോ, ചിലപ്പോൾ ഇത് ചെയ്ത ഈ ലേബേഴ്സ് ചിലപ്പോൾ മിണ്ടില്ല, ഒന്നും വേണ്ട. ഈ ഫിനിഷിംഗ് സ്റ്റേജിൽ പ്രസ്സിങ് ചെയ്യുമ്പോൾ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തേഞ്ഞ് കളറൊന്ന് മങ്ങിയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അതൊക്കെ ഡിഫക്റ്റ് ആയില്ലേ? ഫൈനൽ സ്റ്റേജിൽ വന്ന ഡിഫക്റ്റ് ആയി. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ കൂടി വേണ്ടേ? അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റേജ്, ഫൈനൽ ഇൻസ്പെക്ഷൻ. അപ്പോൾ അതാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്, ഫൈനൽ ഇൻസ്പെക്ഷൻ. ഫൈനൽ ഇൻസ്പെക്ഷനിൽ ഞാൻ പറയുന്നത് ഫൈനൽ ഇൻസ്പെക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതായത് നമ്മൾ ഇനി കൊടുത്തയക്കാൻ പോവാണ്, പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാൻ പോവാണ്. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫൈനൽ ഇൻസ്പെക്ഷൻ ആരാണോ ചെയ്തത് അവരെ പിടിക്കും. അതായത് ഇനി ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഫിനിഷിംഗ് അല്ലെങ്കിൽ പ്രസ്സിങ്ങിൽ വന്ന എന്ത് മിസ്റ്റേക്കും നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിക്കാം. അല്ല ഇത്രയും പ്രോസസ്സിലൂടെ അത് കടന്നുപോയി, ഇത്രയും പ്രോസസ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ
ഫൈനൽ ഇൻസ്പെക്ഷനിൽ അത് കണ്ടുപിടിക്കാം. ഫൈനൽ ഇൻസ്പെക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫോൾഡ് കറക്റ്റ് ആണോ നോക്കണം, അയൺ ചെയ്ത് കറക്റ്റ് ആണോ നോക്കണം, പിന്നെ ത്രെഡ്സ് ഒന്നും നിൽക്കുന്നില്ല എന്ന് നോക്കണം. എല്ലാം കറക്റ്റായിട്ട് ഫൈനൽ ഇൻസ്പെക്ഷൻ നോക്കിയിട്ടാണ് പാക്കിങ്ങിലോട്ട് പോവുക. അങ്ങനെ എല്ലാം കറക്റ്റായി ഫോൾഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായി. ഇനി പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളത് പാക്ക് ചെയ്ത് വിടാം. നമുക്ക് കാണാൻ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ ഒരു ടീഷർട്ട് എടുക്കുമ്പോൾ അത് ആദ്യം ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് കവറിലായിരിക്കും അത് പൊതിഞ്ഞിട്ടുണ്ടാവുക. ആദ്യം അതൊരു ബോക്സ് ആയിരിക്കും, ബോക്സിൽ നിന്ന് എടുത്ത് ട്രാൻസ്പാരൻറ്റ് കവറിലാക്കിയിട്ടൊക്കെ ആയിരിക്കും തരാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അതുപോലെ ബയർ പറഞ്ഞിട്ടുണ്ടാവും ആദ്യം ഒരു പ്ലാസ്റ്റിക് റാപ്പിലിടണം, എന്നിട്ട് വേണം അതിന് പ്രസ് ബട്ടൺ വെക്കണം ആ പ്ലാസ്റ്റിക് റാപ്പിന്. അല്ലെങ്കിൽ ഈ ഇങ്ങനെ സീൽഡായിട്ട് വരുന്ന ഒരു സ്റ്റിക്കി ആയിട്ട് വരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വെൽക്രോ വെക്കണം. ഇപ്പോൾ ഹെവി ലെഹങ്കാസ് ഒക്കെയാണ് വിചാരിക്കുക, അത് വലിയൊരു ബ്ലാങ്കറ്റിൻ്റെ സിപ്പൊക്കെ ഉള്ളൊരു ബോക്സിലാണ് നമുക്ക് കിട്ടുക. അങ്ങനത്തെ പാക്കിംഗ് വേറെ ഉണ്ട്, പലതരം പാക്കിംഗ് ഉണ്ട് ഇല്ലേ. പിന്നെ പാക്കിംഗ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും, അതായത് സ്മോൾ പീസസൊക്കെ, സ്മോൾ സൈസിലുള്ള പീസസൊക്കെ ഒരുമിച്ച്, മീഡിയം സൈസിലുള്ള പീസസൊക്കെ ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പാക്ക് ചെയ്ത് വിടേണ്ടി വരും. സ്മോളൊക്കെ ഒരു കാർട്ടുണ്ട്, മീഡിയം ഒക്കെ ഒരു കാർട്ടുണ്ട്, അങ്ങനെ പറഞ്ഞോ. ചിലപ്പോൾ ചിലർ പറയും സ്മോൾ ആയാലും മീഡിയം ആയാലും ഒന്നും നോക്കണ്ട, പിങ്ക് കളറൊക്കെ അതെന്ത് സൈസ് ആയിക്കോട്ടെ, പിങ്ക് കളറൊക്കെ ഒരു കാർട്ടുണ്ട്, ഗ്രീൻ കളറൊക്കെ ഒരു കാർട്ടുണ്ട്. അപ്പോൾ അതിൽ സിംഗിൾ കളറും വേറെ വേറെ അസോർട്ടഡ് സൈസും ആണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരേ കളർ ഒന്നായിരിക്കാം, പക്ഷെ സൈസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. പിന്നെ ചിലപ്പോൾ അവർ പറയും സൈസ് ഒരുപോലെ ആയാൽ മതി, കളർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, സിംഗിൾ സൈസും അസോർട്ടഡ് കളറും ആയിരിക്കും. ചിലപ്പോൾ അവർ പറയും പ്ലെയിൻ പിങ്ക് കളർ ടീഷർട്ട്, സ്മോൾ സൈസ് ടീഷർട്ട് എല്ലാം ഒരു ഇതിൽ, പിങ്ക് കളർ ടീഷർട്ട്, മീഡിയം സൈസ് ടീഷർട്ട് എല്ലാം ഒരു കാർട്ടുണ്ട്, അങ്ങനെ പറയും. അങ്ങനെ പല തരത്തിലും പാക്കിംഗ് ഉണ്ട്. പാക്കിങ്ങിനെ കുറിച്ച് അങ്ങനെ ഒരു 4-5 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അത് പാക്കിംഗ് വേറൊരു ടോപ്പിക്കാണ്, അതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ പോലെ പാക്ക് ചെയ്ത് നമ്മളത് കൊടുത്തയക്കണം. പാക്കിംഗ് കഴിഞ്ഞാൽ വേറെ എന്താ, വിടാം, ഡിസ്പാച്ച്, ഷിപ്മെൻറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് കയറ്റി വിടാം, കാർഗോ ആയിട്ടോ എങ്ങനെയായിട്ടോ കടത്തി വിടാം. അതാണ് ഷിപ്മെൻറ്റ്. നമ്മൾ കാർട്ടൂൺ ബോക്സുകളിലാക്കി, കാർട്ടൂൺ ബോക്സുകളുടെ സ്പെസിഫിക്കേഷൻ വരെ അവർ പറഞ്ഞിട്ടുണ്ടാവും ടെക് പാക്കിൽ. കാർട്ടൂൺ ബോക്സ് എന്തോരം വേണം, എത്ര വലുതായിരിക്കണം, അതിന് എത്ര കട്ടി വേണം, അത് വരെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഡിസ്പാച്ച്. ഓക്കെ, അപ്പോൾ പാക്കിംഗ് കഴിഞ്ഞിട്ട് കയറ്റി വിടും, അതാണ് അവിടെ നിന്ന് കടത്തി വിടും, അതാണ് ഡിസ്പാച്ച്. ഷിപ്മെൻറ്റ് ചെയ്യും. ഫൈനൽ പ്രോസസ്സാണ് ഡിസ്പാച്ച്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എക്സ്പോർട്ട് ഹൗസിലെ ഒരു ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഒരു മാനുഫാക്ചറിങ്ങിലെ പ്രോസസ്സുകൾ. ഇത് സിമ്പിളായിട്ട് പറഞ്ഞേക്കണം, എംബ്രോയിഡറി ഇതൊക്കെ വരുമ്പോൾ ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ പ്രോസസ്സുകൾ വരും. ഇതിൽ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു മെർച്ചൻഡൈസിൻ്റെ ഡ്യൂട്ടി അല്ല, ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി മെർച്ചൻഡൈസർക്ക് കോർഡിനേറ്റ് ചെയ്യണം. അതാണ് ഒരു മെർച്ചൻഡൈസിൻ്റെ ഡ്യൂട്ടി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറിയിട്ട് എന്തായി എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. എന്തായി, എവിടെ വരെ, എന്തൊക്കെയാണ് പ്രോബ്ലംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ബയർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ ബയറിനെ റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് മെർച്ചൻഡൈസറിൻ്റെ ഡ്യൂട്ടി. ഓൾ ഓവർ ഡ്യൂട്ടിയാണ് ശരിക്കും ഒരു മെർച്ചൻഡൈസറിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു, ആദ്യം ഡിസൈൻ ചെയ്യും, ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ ഉണ്ടാക്കണം അല്ലേ, പാറ്റേൺ ഉണ്ടാക്കും. പിന്നെ സാമ്പിളിങ് ചെയ്യും, സാമ്പിളിങ് ചെയ്ത് അയച്ചു കൊടുത്ത് അപ്രൂവ് ചെയ്ത് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സാമ്പിൾ, പ്രൊഡക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ വേറെ വേറെ സൈസിലേക്ക് അത് മാറ്റണം ഇല്ലേ, ഗ്രേഡിങ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഓരോ തുണികളും ഓരോ ലേ ആക്കി സ്പ്രെഡ് ചെയ്തിടും. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ അതിൻ്റെ മീതെ വെച്ചിട്ട് പാറ്റേൺ മാർക്ക് ചെയ്യും, അതാണ് മാർക്കർ മേക്കിംഗ്. അത് കഴിഞ്ഞാൽ അതങ്ങനെ കട്ട് ചെയ്തിടും. അത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്, അത് കഴിഞ്ഞാൽ സോർട്ടിങ് ആൻഡ് ബണ്ടിലിംഗ്. കട്ട് ചെയ്ത പാർട്സ് ഒരേപോലത്തെ ഒരു സ്ഥലത്ത് വയ്ക്കും, സ്ലീവ് ഒക്കെ ഒരു സ്ഥലത്ത് വയ്ക്കും, അത് സോർട്ട് ചെയ്ത് ബണ്ടിൽ ചെയ്ത് വരും. ബണ്ടിൽ ചെയ്ത് ഈ ബണ്ടിൽസ് സ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തയക്കും. അപ്പോൾ സ്യൂയിങ് ആൻഡ് അസംബ്ലി. അത് കഴിഞ്ഞ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, സ്യൂയിങ്ങിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഫിനിഷിങ് ആൻഡ് പ്രസിങ്, അയണിങ്, ട്രിമ്മിങ്, ഇതൊക്കെ ഫിനിഷിങ്ങിൽ വരും. പിന്നെ ഫോൾഡിങ് ഒക്കെ. അത് കഴിഞ്ഞ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ. ഇതാണ് ഫൈനൽ ഇൻസ്പെക്ഷൻ. എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടോ അതൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം. പിന്നെ പാക്കിംഗ്, പിന്നെ ഡിസ്പാച്ച്. അവർ പറഞ്ഞ പോലെ സിംഗിൾ കളർ ഒരുമിച്ചോ സിംഗിൾ സൈസ് ഒരുമിച്ചോ എങ്ങനെയാണ് പാക്ക് ചെയ്യാം, അത് തന്നെ ഡിസ്പാച്ച് ചെയ്ത് വിടാം. സോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിലെ നമ്മുടെ ക്ലാസ്. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫാഷൻ ടെർമിനോളജീസ് ആയിട്ട്